ഹായ് ആർട്ടിസ്റ്റ്, നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫ്രണ്ട് വ്യൂയിലുള്ള ഒരു കണ്ണാണ് വരക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം അതിൻ്റെ ഔട്ട്ലൈൻ ഒരു സ്കെച്ച് തയ്യാറാക്കണം. ഞാനിപ്പോൾ ഫ്രീ ഹാൻഡായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം ഞാൻ പുരികത്തിൻ്റെ പോർഷനാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് കണ്ണ് വരയ്ക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. കണ്ണിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ഊഹിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇതുപോലെ ആദ്യം പുരികം ഒന്ന് മാർക്ക് ചെയ്യാം. സമയമെടുത്ത് നല്ലപോലെ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കി ഇതിൻ്റെ ഷേപ്പ് ഫ്രീ ഹാൻഡായിട്ട് തന്നെ വരച്ചെടുക്കുക. ഇതൊക്കെയാണോ? ഇനി തൊട്ട് താഴേക്ക് കുറച്ച് സ്പേസ് കൊടുത്ത് കണ്ണ് ഉണ്ട്, ഈ ഒരു ഭാഗത്തുനിന്ന് കണ്ണ് സ്റ്റാർട്ടാവും. അത് നമുക്ക് പുരികം നോക്കുമ്പോൾ മനസ്സിലാവും. കണ്ണിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റും അതേപോലെ എൻഡിങ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തുള്ള സ്പേസ് നമുക്ക് മനസ്സിലാവും. ഇനി ഷേപ്പ് അനുസരിച്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. സാവധാനം ഇതുപോലെ തെളിച്ചെടുക്കുക. ഈ ഒരു വീഡിയോ ഇത് ഞാൻ കണ്ണിൻ്റെ ഡീറ്റെയിൽഡ് ട്യൂട്ടോറിയൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി രണ്ടാമതാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ആദ്യ ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി, ഡിലീറ്റായിപ്പോയി. അതുകൊണ്ട് ഔട്ട്ലൈൻ ചെയ്യുന്ന ഭാഗം നിങ്ങൾക്ക് ഒരു ചാർട്ട് പേപ്പറിൽ വരച്ച് ഞാനിപ്പോൾ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇത് ഔട്ട്ലൈൻ ചെയ്ത് ബാക്കിയുള്ള ഭാഗങ്ങൾ ഞാൻ വരച്ചിട്ടുള്ളത് ഐവറി ഷീറ്റിലാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇതിൻ്റെ ഔട്ട്ലൈൻ ചെയ്യുന്ന ഈ ഒരു ഭാഗം ഞാൻ രണ്ടാമതാണ് ഷൂട്ട് ചെയ്യുന്നത് എന്ന് ഓർക്കുക. ഇതുപോലെ ഔട്ട്ലൈൻ ചെയ്യുക. ഔട്ട്ലൈൻ ചെയ്യാതെ ഷെയ്ഡിങ് മാത്രം കാണിച്ചതുകൊണ്ട് എനിക്ക് ഓക്കെ ആവില്ല. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് വീണ്ടും നിങ്ങൾക്ക് വേണ്ടി ഒരു ചാർട്ട് പേപ്പറിൽ വീണ്ടും വരച്ച് റെക്കോർഡ് ചെയ്ത് കാണിക്കുന്നത്. ഇതുപോലെ സ്കെച്ച് തയ്യാറാക്കുക. കൃഷ്ണമണിയും അതേപോലെ തന്നെ അതിലെ പ്രകാശം അടിക്കുന്ന ഹൈലൈറ്റിൻ്റെ പോർഷനും ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഷേപ്പിൽ കണ്ണ് വരച്ചെടുക്കുക. കണ്ടില്ലേ? റിപ്പീറ്റ് ചെയ്ത് വരക്കുക. ഫ്രീ ഹാൻഡായിട്ട് തന്നെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് വരക്കാൻ കഴിയുന്നതാണ്. ഇത് കഴിഞ്ഞാൽ ഷെയ്ഡിങ്ങിൻ്റെ ഭാഗം ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഐവറി ചാർട്ടിൽ വരച്ച ഡീറ്റെയിൽഡ് ഡ്രോയിങ് ആണ്. ഈ ഒരു രീതിയിൽ ഫ്രീ ഹാൻഡായിട്ട് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ ഷോർട്ട് കട്ട് മെത്തേഡ്, കൺസ്ട്രക്ഷൻ മെത്തേഡ് ഞാൻ വീണ്ടും പറഞ്ഞു തരുന്നതായിരിക്കും. ആദ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പലതവണ ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ടും പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ കൺസ്ട്രക്ഷൻ മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഔട്ട്ലൈൻ ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ആദ്യം സ്കെച്ച് തയ്യാറാക്കി വെക്കണം. ഓക്കെ അല്ലേ? ഇതുപോലെ ഒന്ന് ചെയ്യുക. നിങ്ങൾ നല്ലപോലെ ടൈം എടുത്ത് വരക്കുക. എനിക്ക് ഇത് വരച്ച എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ വരച്ചത്. നിങ്ങൾ നല്ലപോലെ വരക്കുന്ന സമയത്ത് നല്ല ടൈം കൊടുത്തിട്ട് തന്നെ വരയ്ക്കണം. ഇതാണ് കണ്ണിൻ്റെ ഏകദേശ ചിത്രം. ഇനി നമുക്ക് ഷെയ്ഡിങ് കാര്യങ്ങളിലേക്ക് കടക്കാം. നമുക്ക് കണ്ണ് വരയ്ക്കാം. കണ്ണ് എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നല്ലപോലെ ടൈം എടുത്ത് ചെയ്യണം. കാരണം പോർട്രേറ്റിലെ പ്രധാനപ്പെട്ട എലമെൻറ്റിലൊന്നാണ് ഈ പറയുന്ന കണ്ണ്. നമ്മൾ വരയ്ക്കുന്ന ഫേസ് ഡ്രോയിങ്ങിന് ജീവൻ കൊടുക്കുന്നത് കണ്ണുകളാണ്. അപ്പോൾ നല്ലപോലെ ക്ഷമയോടെ വേണം ചെയ്യാൻ. ഞാനിപ്പോൾ ഈ ഒരു ഐ ഡ്രോയിങ് കുറച്ച് ലാർജ് സ്കെയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ ആ ഒരു പേപ്പറിൽ നിറയത്തക്ക രീതിയിൽ കുറച്ച് വലുതായിട്ട് തന്നെ ചിത്രീകരിക്കണം. എന്നാലും നമുക്ക് ഈ ഒരു ഐസിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ കഴിയും. ഞാനിപ്പോൾ ഫസ്റ്റ് ലെയർ HB പെൻസിൽ കൊണ്ടാണ് ഞാൻ ഷെയ്ഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ലെയർ ഇതുപോലെ നല്ലപോലെ ക്ഷമയോടെ ലൈറ്റ് പ്രഷറിൽ തന്നെ ഷെയ്ഡ് കൊടുക്കുക. ഇവിടെ നമ്മൾ അധികം പ്രഷർ കൊടുത്ത് നമ്മൾ ഷെയ്ഡ് കൊടുക്കരുത്. അതിൻ്റെ ടെക്സ്ചർ നമ്മൾ നോക്കണം. ടെക്സ്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ സർഫേസാണ്, ഇതിൻ്റെ പ്രതലമാണ്. അത് നല്ല റഫായിട്ടുണ്ടാവും. ചിലതിൽ നല്ല സ്മൂത്തായിരിക്കും, നല്ല മിനുസമുള്ളതായിരിക്കും. അപ്പോൾ കണ്ണിൻ്റെ ഈ ഒരു ഭാഗം നല്ല സോഫ്റ്റാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഷെയ്ഡ് കൊടുക്കാനായിട്ട്. ഇതുപോലെ HB പെൻസിൽ കൊണ്ട് സൈഡ് ഭാഗം വെച്ച് വേണം ഷെയ്ഡ് കൊടുക്കാൻ. കണ്ടില്ല, ഞാൻ ഒരിക്കലും പെൻസിലിൻ്റെ മുനയുടെ അറ്റത്ത് അതുകൊണ്ടല്ല ഞാൻ ഷെയ്ഡ് കൊടുക്കുന്നത്. പെൻസിൽ ചെരിച്ച് പിടിച്ച് അതിൻ്റെ സൈഡ് ഭാഗത്തുകൊണ്ടാണ് ഞാൻ ഷെയ്ഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് നല്ല ലൈറ്റായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത്. ഇതുപോലെ നിങ്ങൾ ഷെയ്ഡ് കൊടുക്കുക. നല്ലപോലെ ടൈം എടുക്കണം. ഒരിക്കലും പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി ആരും ഡ്രോയിങ്ങിനെ സമീപിക്കരുത്.
എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളായാലും റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നല്ലപോലെ സമയം എടുത്തിട്ട് വേണം വരയ്ക്കാൻ. ആദ്യം ഔട്ട്ലൈൻ ഓക്കെ ആക്കണം. ഔട്ട്ലൈനിൻ്റെ ഓരോ എലമെൻറ്റും ഓരോ പോർഷൻ നിങ്ങൾ നല്ലപോലെ സ്റ്റഡി ചെയ്യുക. ഓക്കെ ആണ് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഐബോളും ഷെയ്ഡ് വേണ്ട ഭാഗങ്ങളൊക്കെ ഫസ്റ്റ് ലെയർ ഞാൻ HB വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ലെയർ പേപ്പർ സ്റ്റെമ്പ് വെച്ച് ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ? ഇതുപോലെ ഷെയ്ഡ് ബ്ലെൻഡ് ചെയ്യണം. നല്ലപോലെ പ്രഷർ കുറച്ച് അതിൻ്റെ ഷെയ്പ്പും ഓരോ ഭാഗത്തേക്കുമുള്ള പ്രൊപ്പോർഷൻ ഇതൊക്കെ നോക്കുക. അതിനനുസരിച്ച് വേണം നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഫീൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ബ്ലെൻഡിങ്ങിലും നമ്മളൊരു രീതി നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ബ്ലെൻഡ് ചെയ്യുന്നത് നോക്കുക. ഓരോ ഡയറക്ഷനിൽ ഞാൻ എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത് അതൊന്ന് നോക്കി മനസ്സിലാക്കി നിങ്ങൾ ഫോളോ ചെയ്യുക. അല്ലാതെ വെറുതെ നമ്മൾ ഈ ഒരു സ്റ്റെമ്പ് എടുത്തിട്ട് അതിൻ്റെ മേലെ വരച്ചതുകൊണ്ട് കാര്യമില്ല. കുറച്ചുകൂടെ റിസൾട്ട് കൊണ്ടുവരണം. ഓരോ വർക്ക് ചെയ്യുമ്പോഴും എനിക്കിതിനേക്കാൾ ബെറ്റർ ആക്കണം, എനിക്ക് കുറച്ചുകൂടെ എൻ്റെ വർക്കുകൾ റിയലിസ്റ്റിക് ആക്കണം എന്നുള്ള ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തിട്ട് തന്നെ വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഡ്രോയിങ് ആദ്യം 1-2 തവണ ഒന്ന് കാണാം. ഒന്ന് കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് വീണ്ടും പ്രാക്ടീസ് ചെയ്താൽ മതിയാവും. നമ്മൾ നല്ലപോലെ ടൈം കൊടുക്കുക. നമ്മൾ പഠിക്കാൻ വേണ്ടി തന്നെ നമ്മൾ സമയം മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അതൊന്ന് കണ്ട് മനസ്സിലാക്കുക. ഇതിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, ഓരോ എലമെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക. തുടക്കക്കാർക്ക് ഷെയ്ഡിങ്ങിൻ്റെ ലെയർ ബൈ ലെയറിങ് നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും. ഷെയ്ഡിങ് ഏതൊരു സാധാരണക്കാർക്കും ഫോളോ ചെയ്യാൻ കഴിയണം എന്നുള്ള ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തിട്ട് അത്രയ്ക്കും ലളിതമാക്കിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾ മാക്സിമം കോപ്പറേറ്റ് ചെയ്യുക. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ വർക്ക് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഇതുവരെയുള്ള നിങ്ങളുടെ വർക്കുകൾ ചെയ്ത് എനിക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. എൻ്റെ ഗൈഡൻസിൽ നിന്നും ഷെയ്ഡിങ്ങിലൊക്കെ റിസൾട്ട് കിട്ടുന്നുണ്ട് എന്ന് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. ഇനി നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുക, വർക്ക് ചെയ്യുക. 100% കമ്മിറ്റ്മെൻറ്റോട് കൂടി മുമ്പോട്ട് പോവുക. നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടാവും ഷെയ്ഡിങ്ങിലും. അതേപോലെ തന്നെ ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ നമ്മൾ ഫേസ് വരയ്ക്കുന്ന സമയത്ത് ഐയുടെ ഭാഗം അത് നമ്മൾ കുറച്ചുകൂടെ ഒരു ലെവല് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. കണ്ണിന് നമ്മൾ എത്രത്തോളം നമ്മൾ ടൈം മാറ്റി വെച്ച് അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മളുടെ പോർട്രേറ്റ് ഒന്ന് മാറും, അതിൻ്റെ ലെവലൊന്ന് മാറും. പോർട്രേറ്റിന് ജീവൻ വരുന്നതായിട്ട് നമുക്ക് തോന്നും. നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു ഐഡിയ മാത്രമാണ് കണ്ണെങ്ങനെ വരയ്ക്കാം എന്നുള്ളത്. നമ്മൾ പിന്നീട് ഫേസിലേക്ക് വരുമ്പോൾ കുറേ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഇതൊരു സിമ്പിൾ ടൈപ്പ് മാത്രമാണ്. എങ്കിലും നല്ല ആത്മാർത്ഥതയോടെ ക്ലാസ്സുകൾ കണ്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഞാൻ അടുത്ത ലെയർ 4B കൊണ്ട് ലൈറ്റായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. നോക്കുക ഷെയ്ഡിങ് എങ്ങനെയാണ് കൊടുക്കുന്നത്, അതിൻ്റെ പെൻസിലിൻ്റെ മൊമെൻറ്റ് നോക്കുക. ഞാൻ ചെരിച്ച് പിടിച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ലൈറ്റ് പ്രഷർ പെൻസിലിൻ്റെ സൈഡ് ഭാഗത്തെ സർഫേസിൽ നിന്നും ചെയ്യാനായിട്ട് കഴിയും. നമ്മൾ ഷെയ്ഡിങ് എത്രത്തോളം ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്നോ അത്രത്തോളം ലൈറ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. എന്നാലേ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരിക്കലും ഡാർക്കിൽ ചെയ്യരുത്. പെട്ടെന്ന് പണി തീർക്കാമല്ലോ എന്ന് വിചാരിച്ച് ചിലർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡാർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷേ റിസൾട്ട് കിട്ടില്ല. ചാർക്കോളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ചെയ്യാം. അതിൻ്റെ ഓർഡർ ഇതുപോലെയല്ല, നമ്മൾ പിന്നീട് പഠിക്കും. ഇതുപോലെ തന്നെ മാക്സിമം സമയം കൊടുത്ത് സെക്കൻഡ് ലെയർ അപ്ലൈ ചെയ്യുക. ഷെയ്ഡ് വേണ്ട ഭാഗങ്ങൾ നോക്കി
ഒന്ന് മാർക്ക് ചെയ്ത് അവസാനം ബ്ലെൻഡ് ചെയ്താൽ മതിയാവും. ഇതുപോലെ കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡ് ഏതൊക്കെ ഭാഗത്ത് കാണാൻ കഴിയും അതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി മെൻഷൻ ചെയ്യുക. ഞാൻ ഇനി അത് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ബ്ലെൻഡിങ് സ്റ്റെമ്പ് ഞാൻ ചെരിച്ച് പിടിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ ഓരോ ഭാഗവും നോക്കുക. ബ്ലെൻഡിങ് സ്റ്റെമ്പ് നല്ലപോലെ വൃത്തിയാക്കണം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കളറായിരിക്കില്ല അതിൽ നിന്ന് കിട്ടുന്നത്. ഇതെങ്ങനെയാണോ നമ്മൾ ബ്ലെൻഡിങ് സ്റ്റെമ്പ് വൃത്തിയാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാൻഡ് പേപ്പറിൽ നമുക്കിതിൻ്റെ അറ്റം നല്ലപോലെ വരച്ച് അതിൻ്റെ പൊടികളൊക്കെ കളഞ്ഞ് നല്ല പുതിയതുപോലെ ആക്കിയെടുക്കാനായിട്ട് കഴിയും. എന്നാലും നല്ല രീതിയിൽ നമുക്ക് ലൈറ്റ് കളർ തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റെമ്പിൻ്റെ അറ്റത്ത് പല കട്ടിയിലുള്ള ഗ്രാഫൈറ്റ് പൗഡർ നിറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ 8B പെൻസിലിൻ്റെ ബ്ലെൻഡിങ് ചെയ്ത ഭാഗം ഉണ്ടാവാം, ചിലപ്പോൾ 10B ഉണ്ടാകാം, ചിലപ്പോൾ 4B ഉണ്ടാകാം. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ലെയർ ആയിരിക്കില്ല ബ്ലെൻഡിങ്ങിൽ വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബ്ലെൻഡിങ് സ്റ്റെമ്പ് നല്ലപോലെ വൃത്തിയാക്കണം. എന്നാലും നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും ലൈറ്റ് ടോണൊക്കെ ചെയ്യുന്ന സമയത്ത്. അതുമല്ലെങ്കിൽ ഓരോ ലെയറും ചെയ്യുമ്പോൾ ഓരോ ബ്ലെൻഡിങ് സ്റ്റെമ്പ് ഉപയോഗിക്കാം. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഡ്രോയിങ്ങിൽ അതെല്ലാം അതിൻ്റെ ഒരു റിസൾട്ടിലേക്ക് ബാധിക്കും. ഇനി ഐറിസിൻ്റെ ഭാഗം, അവിടെ നല്ല ഡാർക്കായിരിക്കും ഷെയ്ഡ് പോകേണ്ടത്. ഞാൻ അവിടെ നിന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് 4B ആണ്. 4B വെച്ച് നമുക്ക് ഷെയ്ഡ് കൊടുക്കാം. നല്ല ഡാർക്ക് വേണ്ട ഭാഗമാണത്. അവിടെ ഷെയ്ഡ് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഒരിക്കലും പുറത്തേക്ക് ഷെയ്ഡ് പോകരുത്. ആ ഐറിസിൻ്റെ ഔട്ട്ലൈൻ എങ്ങനെയാണോ ഉള്ളത് അതിൽ തന്നെ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നല്ലപോലെ ടൈം കൊടുക്കണം. ഹൈലൈറ്റ് വേണ്ട ഭാഗം ഞാൻ ഒഴിച്ചിട്ടിട്ടുണ്ട്. പ്രകാശമടിക്കുന്ന നമ്മുടെ കൃഷ്ണമണിയിൽ ബ്രൈറ്റ്നെസ് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ഞാൻ അവിടെ വൈറ്റ് സ്പോട്ടായിട്ട് ഒഴിച്ചിട്ടിട്ടുള്ളത്. അതങ്ങനെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ അകത്തേക്ക് ഷെയ്ഡിങ് പോകരുത്. അതിനോട് ചേർന്ന് കുറച്ച് ഡാർക്ക് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ആ കൃഷ്ണമണിയുടെ റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ, അവിടെയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്യണം. എന്നിട്ട് വേണം ഈ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ 4B കൊണ്ടാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, അപ്പോൾ കണ്ണിനൊരു ജീവൻ വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എത്രത്തോളം ടൈം കൊടുക്കുന്നോ അത്രത്തോളം റിസൾട്ട് നമുക്ക് കിട്ടും. ഗ്രാഫൈറ്റ് പെൻസിലിൻ്റെ ഒരു സ്വഭാവമാണ്, അത് റിഫ്ലക്റ്റ് ചെയ്യും ബ്ലെൻഡ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാനത് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു സ്റ്റമ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ കൊടുത്ത ആ ഒരു ഔട്ട്ലൈൻ ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ആ ഒരു ഫീൽ വരുന്ന കണ്ടില്ലേ, കൃഷ്ണമണിയുടെ ജീവൻ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതിനെ കുറച്ചുകൂടെ നമുക്ക് ബെറ്ററാക്കി എടുക്കാം. ഞാനിപ്പോൾ അധികം കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ കഴിയണം. നമുക്ക് നല്ല നല്ല മുമ്പോട്ട് പോവാം. ഇനി ഇതുപോലെ ചെയ്യുക, നല്ലപോലെ ടൈം എടുത്തിട്ട് തന്നെ മാർക്ക് ചെയ്യുക.
ഇനി കണ്ണിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അത് കട്ടി കുറഞ്ഞ പെൻസിൽ വെച്ച് ചെയ്താൽ മതി. HB വെച്ച് മാർക്ക് ചെയ്താൽ മതിയാവും. അവിടെ അധികം ഡാർക്കായിട്ട് കാണേണ്ട കാര്യമില്ല. അവിടുത്തെ ആ ഒരു കട്ടിങ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കണ്ണിൻ്റെ ആ ഒരു പോർഷൻ താഴെയും ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോർഷൻ ഞാൻ കുറച്ചുകൂടെ ഡാർക്ക് ആക്കുന്നുണ്ട്. 6P കൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഡാർക്ക് ചെയ്യുന്നതോറും നല്ല റിസൾട്ട് കാണാനായിട്ട് കഴിയും.
ഇനി ഐലാഷ് പീലികൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് ഞാൻ കാണിക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ഈ ഒരു ഡിസൈനിൽ. അല്ലെങ്കിൽ തുടക്കക്കാർക്ക് കുറേ പാടായിരിക്കും ചെയ്യാൻ. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക, ഈ ഒരു പാറ്റേണിൽ ഒന്ന് ഡിസൈൻ ചെയ്യുക. ഞാനൊന്ന് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം. ഇതുപോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ തുടക്കക്കാർക്ക് ഈ ഒരു ഐലാഷിൻ്റെ സ്റ്റഡി വരച്ചെടുക്കാനായിട്ട് കഴിയൂ. കണ്ടില്ലേ, താഴത്തെ ഭാഗത്തും ഇതുപോലെ ഒന്ന് ചെയ്യുക. അപ്പോൾ നമുക്ക് പീലികൾ എവിടെ തൊട്ട് എവിടം വരെയാണ് അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് മനസ്സിലാവും. ഞാനൊന്ന് റഫ് സ്കെച്ച് കാണിക്കാം. കണ്ടില്ലേ, ഈ ഒരു പോർഷനിൽ നമ്മളിങ്ങനെ ചെരിച്ച് വരയ്ക്കണം. ഇനി ഈ അറ്റത്തേക്ക് എത്തുമ്പോൾ കണ്ടില്ലേ, അതിൻ്റെ മൂവ്മെൻറ്റ് കണ്ടില്ലേ, ഡയറക്ഷൻ കണ്ടില്ലേ. ഇങ്ങനെയാണ് നമ്മൾ ഐലാഷ് വരയ്ക്കേണ്ടത്. ഞാൻ കാണിക്കാം, മനസ്സിലായോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഒന്ന് കാണിക്കാം. ഇതാ കണ്ടില്ല, അതിൻ്റെ ഡയറക്ഷൻ നോക്കുക, ചെരിച്ച് വരയ്ക്കുക. ചിലവർ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് മാർക്ക് ചെയ്യാറുണ്ട്, അത് തെറ്റാണ്. അതിൻ്റെ ഡയറക്ഷൻ നോക്കണം. അതിനൊരു ചായ്വുണ്ട്, ഒരു ചെരിഞ്ഞ രീതിയിലാണത് പോകുന്നത്. കണ്ടില്ലേ, സാവധാനം ഞാൻ വരയ്ക്കുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം. വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ഓരോ ഡയറക്ഷനും ശ്രദ്ധയോടെ വേണം മാർക്ക് ചെയ്യാൻ. കണ്ടില്ലേ, ആ ഒരു ചായ്വ് കണ്ടില്ലേ. ഇതേ ചായ്വ് ആയിരിക്കില്ല ഓപ്പോസിറ്റ് ഭാഗത്ത്. ഇവിടെ നിന്ന് നേരെ ഈ ഒരു രീതിയിലാണ് ചായ്വ് പോകുന്നത്. കണ്ടില്ലേ, നോക്കുക. ഇവിടുന്ന് പുറത്തേക്കാണ്, തൊട്ടപ്പുറത്ത് ഉള്ളിലേക്കാണ്. കോൺവെക്സും കോൺകേവും പോലെ ഒരു സി മോഡൽ കണ്ടാൽ മനസ്സിലാവും. ഇങ്ങനെ തന്നെ ചെയ്യണം. ഞാനിപ്പോൾ ഓരോ ലൈൻസ് വീതം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓരോ പുരികമല്ല, ഓരോ പീലിയായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്ഷൻ മനസ്സിലാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തേ. പിന്നെ അതേപോലെ തന്നെ താഴെയും ചെയ്യുക. താഴെ അധികം പീലികൾ ഉണ്ടാവില്ല, അത് നോക്കുക. കൂടുതലും മുകൾ ഭാഗത്താണ് കൺപീലികൾ വരയ്ക്കേണ്ടത്. ഡയറക്ഷൻ നോക്കുക. നമ്മൾ ഐറിസ് നല്ലപോലെ ചെയ്തു, കണ്ണിൻ്റെ എല്ലാ ഭാഗങ്ങളും ചെയ്തു. പീലികൾ വരയ്ക്കുമ്പോൾ മാച്ച് ആവുന്നില്ലെങ്കിൽ ഇതിൻ്റെ മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇത് ഞാൻ ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. നിങ്ങൾ വരയ്ക്കുമ്പോഴും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ആദ്യത്തെ ഡ്രോയിങ്ങിൽ തന്നെ ഓക്കെ ആകില്ല. ഒരിക്കലും സാഡാകരുത്. ഞാൻ വരയ്ക്കുമ്പോൾ അത് ഓക്കെ ആകുന്നില്ലല്ലോ മാഷേ എന്ന് പറയരുത്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റേഷൻ ഈസ് ദ കീ ടു മാസ്റ്ററി എന്നാണ് പറയാറ്. ഞാൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ഇതുപോലെ നോക്കുക. കണ്ടില്ലേ, ഡയറക്ഷൻ നോക്കുക. കൺപീലികളുടെ ഓരോ ഭാഗത്തെയും മൂവ്മെൻറ്റ് എങ്ങനെയാണ്. ഇങ്ങനെ തന്നെ ചെയ്യണം. ടൈം എടുത്ത് മനസ്സിലാക്കുക, നോക്കി മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളുടെ പേപ്പറിലേക്ക് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ വേണമെങ്കിൽ ആദ്യം ഐലാഷിനെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വരച്ച് നോക്കിക്കോ. ഞാൻ വളരെ സാവധാനമാണ് ഞാൻ കാണിക്കുന്നത്. ഇനി അതിൻ്റെ അകത്തൂടെ ഒരു ലൈൻ ഇങ്ങനെ കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ആ കൺപീലിയുടെ ഒരു ഫീല് കൊണ്ടുവരാൻ കഴിയും. കണ്ടില്ലേ, ഇതുപോലെ ചെയ്യാം. അല്ലാതെ ലൈനായിട്ടല്ല കൊടുക്കണ്ടേ. ആദ്യം ഇതിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യണം. ഓരോ ഭാഗത്തെയും കൺപീലികൾ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് ചായ്വായിട്ട് തോന്നുന്നത് അത് നല്ലപോലെ മനസ്സിലാക്കിയിട്ട് വേണം മാർക്ക് ചെയ്യാൻ. എന്നാലേ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും. നോക്കുക, പഠിക്കുക. ഡ്രോയിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇനി കുറച്ച് ഡാർക്ക് പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആദ്യം വരച്ച പീലിയുടെ മേലെ ഒന്ന് കറുപ്പിച്ച് കൊടുക്കാം. പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്യണം, ഇല്ലെങ്കിൽ റിസൾട്ട് കിട്ടില്ല. നല്ല രീതിയിൽ ആ ഒരു ഷേപ്പിൽ ആ ഒരു ചായവിൽ മാർക്ക് ചെയ്താലും റിസൾട്ട് കിട്ടില്ല. പെൻസിൽ ഷാർപ്പൻ ചെയ്യണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ടോ? കമൻറ്റ് ചെയ്യണേ. ഇനി ഈ ഒരു ഭാഗത്തെ ഐലാഷ് നോക്കുക. കണ്ടില്ലേ, ഇതുപോലെ സാവധാനം. ഞാൻ തന്നെ എത്ര ടൈം എടുത്തിട്ടാണ് വരയ്ക്കുന്നത് നോക്കി. ഇതുപോലെ നല്ലപോലെ സമയമെടുത്തിട്ട് തന്നെ മാർക്ക് ചെയ്യുക. ഒരിക്കലും സ്പീഡ് കൂട്ടരുത്. എനിക്ക് ഈ അരമണിക്കൂറിനുള്ളിൽ തീർക്കണം, അല്ലെങ്കിൽ 15 മിനിറ്റിനുള്ളിൽ തീർക്കണം, അങ്ങനെ വെച്ച് ഒരിക്കലും ചെയ്യരുത്. നമ്മൾ സമയം കൊടുക്കണം. ഇതുപോലെ മാർക്ക് ചെയ്യുക. ആദ്യം നിങ്ങൾക്ക് HB പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു ഐഡിയ കിട്ടി എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം ഡാർക്ക് ചെയ്താൽ മതി. ഒരുപാട് പീലികൾ കൂട്ടി വരയ്ക്കരുത്. ആദ്യം വരയ്ക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ കാണിച്ച പോലെ തന്നെ ഓരോ ലൈനായിട്ട് അതിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്തിട്ട് വേണം ഗ്രൂപ്പായിട്ട് ചെയ്യാൻ. വീഡിയോ റിപ്പീറ്റ് ചെയ്യാം.
ഇനി താഴത്തെ പീലികൾ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. താഴെ സ്റ്റാർട്ടിങ്ങിൽ അധികം നീളമുണ്ടാവില്ല. ഇതിൽ കൂടുതൽ ഐലാഷ് നമ്മൾ വരയ്ക്കുന്നുണ്ടെങ്കിൽ, മുകൾ ഭാഗത്ത് വരയ്ക്കുന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. പക്ഷേ തുടക്കക്കാർക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് അധികം കോംപ്ലിക്കേറ്റഡ് ആകാത്തത്. ഇത്രയെങ്കിലും ഒന്ന് ചെയ്ത് പഠിക്കുക, റിപ്പീറ്റ് ചെയ്യുക. ഇനി ബാക്കി ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഈ ഒരു കട്ടിങ് ഒന്ന് ഡാർക്ക് ആക്കാം. 6P കൊണ്ട് ഞാനിപ്പോൾ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഐലാഷിൻ്റെ ഈ ഒരു ഭാഗം കണ്ടില്ലേ, കൺപീലി, അതിൻ്റെ പാള എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് നാടൻ ഭാഷയിൽ. ഈ ഒരു ഭാഗം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ സ്കിന്നിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു കട്ടിങ്, ഒരു ഡിസൈൻ പോലെ കാണാൻ കഴിയും. ഞാനതൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. നല്ലപോലെ ഷാർപ്പൻ ചെയ്തിട്ട് തന്നെ മാർക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടിനെ ബാധിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ ഒരു ഭാഗത്ത് കുറച്ച് ഹൈലൈറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇറേസർ വെച്ചൊന്ന് ഞാൻ മായിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി കാണാൻ കഴിയുന്നതാണ് പേപ്പർ വൈറ്റ് ഒഴിച്ചെടുക്കുന്ന സമയത്ത്. കണ്ടില്ലേ? ഹൈലൈറ്റ് വേണ്ട ഭാഗങ്ങൾ ഇങ്ങനെ മായ്ച്ച്
റെഡിയാക്കാം. ഇനി പുരികം വരക്കാം. ഹൈബ്രോ ചെയ്യുന്ന സമയത്ത് ആദ്യം ലൈറ്റ് പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഹെയറിൻ്റെ ഡയറക്ഷൻ ഒന്ന് മാർക്ക് ചെയ്യണം. ഞാനിപ്പോൾ HB പെൻസിലും കൊണ്ട് പുരികത്തിൻ്റെ ഷേപ്പും അതേപോലെ തന്നെ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് അതിൻ്റെ ചായ്വ് അതനുസരിച്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. HB പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഡയറക്ഷൻ മാർക്ക് ചെയ്യുക. ഇനി 4B കൊണ്ട് രണ്ടാമത്തെ ലെയർ നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ലൈൻസിനനുസരിച്ച് ചെരിച്ച് വരയ്ക്കാം. മുഴുവനായിട്ടും വരയ്ക്കരുത്, ഒരു ലൈൻ ഇടവിട്ട് അതിൻ്റെ ഒരു ഗ്യാപ്പ് കാണണം. എന്നാലും ഒരു ഫീല് നമുക്ക് ഹെയറിൻ്റെ ഒരു പാറ്റേൺ കാണുന്നില്ലേ, നമ്മൾ പുരികം മാർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് വരക്കുക. നല്ലപോലെ ഒബ്സർവ് ചെയ്യാം. നമുക്ക് നമ്മളുടെ പുരികം വേണമെങ്കിൽ കണ്ണാടിയിൽ നോക്കി സ്റ്റഡി ചെയ്യാം. ഓരോരുത്തരുടെയും ഡിഫറൻ്റ് ആയിരിക്കും. എങ്കിലും ഇവിടെ ഞാനൊരു പൊതുവായിട്ടുള്ളൊരു ഐഡിയ മാത്രമാണ് ചെയ്യുന്നത്. ഇതുപോലെ വരക്കുക. നല്ലപോലെ ഷാർപ്പൻ ചെയ്തിട്ട് വേണം പുരികങ്ങളുടെ ഓരോ ലൈൻസും അതിൻ്റെ ഹെയർ തന്നെ ആയിട്ട് ചെയ്യുക. ഓരോ ലൈൻസായിട്ട് തന്നെ സെപ്പറേറ്റ് മാർക്ക് ചെയ്തിട്ട് വരക്കണം. അങ്ങനെ 4B ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സെക്കൻഡ് ലെയർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. കുറച്ചുകൂടെ ഒന്ന് റിസൾട്ട് കിട്ടും. ബ്ലെൻഡ് ചെയ്യാം. ഞാനിപ്പോൾ ബ്രഷ് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫ്ലാറ്റ് ബ്രഷ് അല്ലെങ്കിൽ സിന്തറ്റിക് ബ്രഷ്, മേക്കപ്പ് ബ്രഷ് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സിന്തറ്റിക് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട്, പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് അത് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് ഡാർക്ക് പെൻസിൽ എടുക്കാം. 6B പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഡാർക്ക് ലൈൻ വേണ്ട ഭാഗത്ത്, ഡാർക്ക് ഹെയർ വേണ്ട ഭാഗത്ത് ഒന്ന് ഷെയ്ഡ് കൊടുക്കാം, ഒന്ന് ഹാച്ച് ചെയ്തെടുക്കാം. നല്ലപോലെ ശ്രദ്ധിച്ച് ടൈം എടുത്തിട്ട് വേണം ഓരോ ഹെയറും വരയ്ക്കാനായിട്ട്.
ഇനി വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. ഇനി ഒരു ഇറേസർ പെൻസിൽ എടുത്ത് ഞാൻ ഹൈലൈറ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. വൈറ്റ് ഹെയർസ് ഇതുപോലെ മായ്ച്ചെടുത്താൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കതിൻ്റെ ഹെയറിൻ്റെ ആ ഒരു ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും കാണാൻ. അതിനിടയിൽ ഒരു വൈറ്റ് ഒരു ഹൈലൈറ്റ് ഉണ്ടെങ്കിൽ നല്ല ഒരു റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഈ ഇറേസർ വെച്ച് ഹൈലൈറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു പാറ്റേൺ, ആ ഒരു ഷേപ്പും ഓർഡറും നോക്കുക. എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് അതിൻ്റെ ഡയറക്ഷൻ, അതനുസരിച്ച് വേണം ഇറേസ് ചെയ്തെടുക്കാൻ. ഇനി ഡാർക്ക് ലൈൻ വേണ്ട ഭാഗം നമുക്ക് ഒന്നുകൂടെ 6B പെൻസിലോ 8B പെൻസിലോ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. ഞാൻ 6B എടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. പെൻസിൽ നല്ലപോലെ ഷാർപ്പ് ചെയ്തിട്ട് വേണം കട്ടിയിൽ കൊടുക്കാൻ. ഇനി പുരികം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അവസാന ഭാഗത്ത് ഒരു HB പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഓരോ ഭാഗത്തും അതിൻ്റെ അറ്റത്തൊക്കെ ലൈറ്റായിട്ടുള്ള ഹെയർസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഒരു ഒറിജിനാലിറ്റി ഫീല് നമുക്ക് വരച്ചെടുക്കാനായിട്ട് കഴിയും. ഞാൻ HB പെൻസിൽ കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ലൈറ്റായിട്ടുള്ള ഹെയർസ് മാർക്ക് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ 2H ഉപയോഗിക്കാം, അല്ലെങ്കിൽ 2B ഉപയോഗിക്കാം. അതൊന്നും ഒരു പ്രശ്നമല്ല. ലൈറ്റ് ടോണിൽ മാത്രമായിട്ട് വേണം മാർക്ക് ചെയ്യാൻ. അതിൻ്റെ പുറത്തേക്കുള്ള ഭാഗങ്ങൾ, അതിൻ്റെ അകത്ത് ഡാർക്ക് വേണ്ട പോർഷൻ നമുക്ക് 4Bയോ 6B ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. കണ്ടില്ല, ഇപ്പോൾ ആ പുരികത്തിൻ്റെ ഒരു ഫീല് കാണുന്നില്ലേ? ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ വരച്ചെടുക്കാൻ കഴിയുന്നതാണ്. നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക, സ്റ്റഡി ചെയ്യുക. ഐ ഡ്രോയിങ് അങ്ങനെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ സ്കിന്നിൻ്റെ പോർഷൻ ഹൈലൈറ്റ് വേണ്ട ഭാഗം ഒരു നോർമൽ ഇറേസർ എടുത്തിട്ട് ഞാനൊന്ന് മായ്ച്ചെടുക്കുന്നുണ്ട്. നല്ല ഒരു ഡീറ്റെയിലിംഗ് ചെയ്യുന്നുണ്ട്. ഇനി ശ്രദ്ധിക്കുക, ഇനി ആ കണ്ണിൻ്റെ വൈറ്റ് സ്പോട്ടുള്ള വൈറ്റായിട്ടുള്ള ഈ ഒരു ഭാഗമുണ്ടല്ലോ, ഇവിടെ നമുക്ക് പേപ്പർ സ്റ്റമ്പ് ഉപയോഗിച്ചുകൊണ്ട് ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്യാം. ആ കണ്ണിൻ്റെ ഷേപ്പ് അനുസരിച്ച്. കണ്ടില്ലേ, ആ ഒരു കുറച്ചുകൂടെ ഒരു ഒറിജിനാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മുഴുവനായിട്ടും ഷെയ്ഡ് കൊടുക്കരുത്. ഒരു വൈറ്റ് കളറ് എന്തായാലും വേണം. അതിൻ്റെ സൈഡ് ഭാഗത്ത് മാത്രമാണ് ഞാനിപ്പോൾ സ്റ്റമ്പ് വെച്ച് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഷെയ്ഡ് ചെയ്തതിൻ്റെ ഗ്രാഫൈറ്റ് പൗഡർ പേപ്പർ സ്റ്റമ്പിലുണ്ടാവും. അത് വെച്ച് തന്നെ നമുക്ക് ലൈറ്റായിട്ട് ഇതുപോലെ
അതിൻ്റെ ഷേപ്പും ഡയറക്ഷനും അനുസരിച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതുപോലെ ചെയ്യുക. അതുപോലെ ടൈം എടുത്തിട്ട് വേണം ചെയ്യാൻ. ഇനി ഐറിസ് കുറച്ചുകൂടെ നമുക്ക് ഡാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ അതിൻ്റെ ഐലാഷ് ഞാൻ കുറച്ച് ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഡാർക്ക് പെൻസിൽ ഉപയോഗിക്കാം. 4B 6B ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. പക്ഷേ പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്യണമെന്ന് മാത്രം. എന്നാലേ ഒരു റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയൂ. കണ്ടില്ലേ, അതിൻ്റെ ഹെയർ വളരെ തിന്നായിട്ടുള്ള ലൈനാണ് നമുക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് നല്ല രീതിയിൽ ഷാർപ്പൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു വർക്ക് എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വരയ്ക്കുക. സോ എന്നത്തെയും പോലെ തന്നെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.